മധുവാണി സ്കൂൾ റേഡിയോയുടെ 4ാം എപ്പിസോഡിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഞാൻ കൃഷ്ണനന്ദ 10ബിയിൽ പഠിക്കുന്നു. ഞാൻ അഞ്ജന സുരേഷ് 10എയിൽ പഠിക്കുന്നു. ഇന്നത്തെ നമ്മുടെ മധുവാണിയിലെ പരിപാടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെ, ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഭാഷ ഏതാണെന്ന് അറിയാമോ അഞ്ജന? അറിയാം കൃഷ്ണനന്ദ, നമ്മുടെ രാഷ്ട്രഭാഷയായ ഹിന്ദിയല്ലേ. മധുവാണിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് ഹിന്ദി വിശേഷങ്ങളായാലോ? ആവാം. നമുക്ക് വേണ്ടി ദേശസ്നേഹം തുളുമ്പി നിൽക്കുന്ന മനോഹരമായ ഒരു കവിത ആലപിക്കുന്നത് 6എയിൽ പഠിക്കുന്ന മുഹമ്മദ് മുഹസിനാണ്. जगमग तारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा देश हमारा बलिदानों में उसे संवारा देश हमारा हमें है अपने जान से प्यारा देश हमारा बलिदानों में उसे संवारा देश हमारा हमें है अपने जान से प्यारा देश हमारा सागर में जिसका पानी पसारा देश हमारा सत्य की जय संदेश हमारा देश हमारा सागर में जिसका पानी पसारा देश हमारा सत्य की जय संदेश हमारा देश हमारा सत्य की जय संदेश हमारा देश हमारा हमें है अपने जान से प्यारा देश हमारा सत्य की जय संदेश हमारा देश हमारा हमें है अपने जान से प्यारा देश हमारा चमके जैसे जगमग तारा देश हमारा सत्य अहिंसा का रखवारा सत्य अहिंसा का रखवारा ഹിന്ദി എന്നും ഹിന്ദി സാഹിത്യമെന്നും പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് പ്രേംചന്ദ്. കലം കാ സിപാഹി എന്നും ഉപന്യാസ് സാമ്രാട്ട് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കഥയാണ് ഠാക്കൂർ കാ കുവാം. കഥാനിരൂപണവുമായി എത്തുന്നു 10ബിയിൽ പഠിക്കുന്ന കൃഷ്ണനന്ദ. നമസ്കാരം. ഹിന്ദി കഥാസാഹിത്യത്തിലെ സാമ്രാട്ടാണ് മണ്ണിന്റെ കഥാകാരനായ പ്രേംചന്ദ്. കഹാനി സാമ്രാട്ട്, ഉപന്യാസ് സാമ്രാട്ട്, കലം കാ സിപാഹി എന്നീ പേരുകളിലാണ് ഹിന്ദി സാഹിത്യത്തിൽ പ്രേംചന്ദ് അറിയപ്പെടുന്നത്.
ചന്ദ്രകാന്ത പോലെയുള്ള നോവലുകൾ വായിച്ച് മനസ്സിലാക്കാനായി ഹിന്ദി ഭാഷ പഠിച്ച ജനങ്ങൾ പ്രേംചന്ദിന്റെ നോവലുകളെ മണ്ണിന്റെ മണമുള്ള ഗ്രാമീണരായ കർഷകരുടെയും തൊഴിലാളികളുടെയും ഹൃദയസ്പർശിയായ നൊമ്പര കഥകൾ ഇരു കൈകൾ നീട്ടി സ്വീകരിച്ചു. ജാതി വ്യവസ്ഥയുടെ പേരിൽ ക്രൂരതകൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ കഥകൾ ജനമനസ്സുകളെ പ്രേംചന്ദിലേക്ക് അടുപ്പിച്ചു. അത്തരമൊരു കഥയാണ് അദ്ദേഹത്തിന്റെ ഠാക്കൂർ കാ കുആം. പഴയ കാലങ്ങളിൽ നിലനിന്നിരുന്ന ഏറ്റവും വലിയ അനാചാരമായിരുന്നു ജാതി വ്യവസ്ഥ. ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ കിണറ്റിൽ നിന്ന് കുടിവെള്ളം കോരിയെടുക്കാൻ പോലും അനുവാദം കിട്ടാതെ വിഷമിക്കുന്ന ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ജോക്കുവിന്റെയും ഗംഗയുടെയും നിസ്സഹായതയാണ് പ്രേംചന്ദ് ഠാക്കൂർ കാ കുആം എന്ന ഈ കഥയിലൂടെ വ്യക്തമാക്കുന്നത്. പണ്ടുകാലത്തെ അനാചാരങ്ങളും അത് സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന ദുഃഖങ്ങളും നിസ്സഹായതയുമാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. മലിനമായ ജലം കുടിച്ചാൽ രോഗം വർദ്ധിക്കും എന്നവൾക്കറിയാം. എന്നാൽ അത് തിളപ്പിച്ചാൽ അതിന്റെ കേട് ഇല്ലാതാകും എന്നവൾക്കറിയില്ലായിരുന്നു. ഈ വാക്കുകളിലൂടെ അവരുടെ വിദ്യാഭ്യാസമില്ലായ്മ വളരെ വ്യക്തമാണ്. ഗംഗയ്ക്കും ജോക്കുവിനും കാര്യമായ വിദ്യാഭ്യാസമില്ല എന്ന് മനസ്സിലാക്കാവുന്ന ഭാഗമാണിത്. ഇവിടെ അസുഖക്കാരനായ ഭർത്താവിന് കൊടുക്കാനായി ഒരിത്തിരി വെള്ളം തേടി നടക്കുകയാണ് ഗംഗി. ഈ ഗ്രാമത്തിൽ 3 കിണറുകളുണ്ട്. മറ്റൊന്നിൽ നിന്നും വെള്ളം കോരാനുള്ള അനുവാദം ഗംഗയ്ക്കില്ല. എന്നിട്ടും ഒടുവിൽ അവൾ നിസ്സഹായിയായി അതിന് ശ്രമിക്കുകയാണ്. ഇതാരെങ്കിലും കണ്ടാൽ അവൾക്ക് ശിക്ഷ ഉറപ്പാണ്. അതവൾക്ക് അറിയാമെങ്കിലും അതുപോലും വകവയ്ക്കാതെ ഭർത്താവിന്റെ ദാഹം അകറ്റാൻ ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ചെല്ലുകയാണ് അവൾ. ഇതിനിടെ അവൾ ഠാക്കൂറിനെ പോലുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ ക്രൂരതകളും നമ്മോട് പറയുന്നുണ്ട്. ആ ഗ്രാമത്തിലുള്ള ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് നിയമത്തെ പോലും കയ്യിലെടുക്കാനുള്ള അവകാശമുണ്ടായിരുന്നു. അവർ പകൽമാന്യന്മാരായിരുന്നുവെന്നും ചതിയും വഞ്ചനയും കാപട്യവും നിറഞ്ഞതായിരുന്നു അവരുടെ മനസ്സെന്നും ഗംഗി പറയുന്നു. മാത്രവുമല്ല, പാവപ്പെട്ട ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, എന്നാൽ അവർക്ക് കൂലി കൊടുക്കാൻ മടിയാണെന്നും അവർ പാവപ്പെട്ട ആളുകളെ നിഷ്കരണം ഉപദ്രവിക്കുന്നുവെന്നും ഗംഗി നമ്മോട് പറയുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഠാക്കൂറിനെ പോലുള്ള ആളുകളുടെ സ്വഭാവം നമുക്ക് വ്യക്തമാക്കി തരുന്നു. ഠാക്കൂറിന്റെ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ സാധിക്കാതെ നിസ്സഹായിയായി വരുന്ന ഗംഗി കാണുന്നത് മലിനജലം കുടിച്ച് സ്വന്തം ദാഹമകറ്റുന്ന ഭർത്താവ് ജോക്കുവിനെയാണ്. എത്ര നിസ്സഹായമായ ജീവിതമാണ് അവരുടെ നിന്ന് നമുക്ക് ഈ നോവലിലൂടെ നമുക്ക് മനസ്സിലാകുന്നതാണ്. പ്രേംചന്ദ് വളരെ മനോഹരമായ രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് മനസ്സിലാകാവുന്ന ശൈലിയിലും ഭാഷയിലുമാണ് അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത്. കഥ കേൾക്കാൻ നമുക്കൊക്കെ വളരെയധികം ഇഷ്ടമാണ്. ഉറുമ്പിൻ്റെയും പക്ഷിയുടെയും കഥകൾ നമ്മൾ കേട്ടിട്ടുമുണ്ട്. ആ കഥ നമുക്കൊന്ന് ഹിന്ദിയിൽ കേട്ടാലോ? नमस्कार। चींटी और कबूतर। एक समय की बात है, पेड़ पर से एक चींटी तालाब में गिर गई। एक कबूतर ने उसे अपना जीवन बचाने के लिए जी तोड़ कोशिश करते हुए देखा। उसने एक पत्ते को तोड़ा और चींटी के पास फेंक दिया। चींटी जड़ से पत्ते पर चढ़ गई और बड़ी कृतज्ञता भरी नजरों से उसने कबूतर का धन्यवाद किया। वह बहुत थक गई थी। कुछ सप्ताहों के बाद की बात है। एक बहेलिया जंगल में आया। बहेलियों का तो काम ही होता है पक्षियों को पकड़ना। उसने कुछ दाने जमीन पर फेंके और उस पर अपना जाल बिछा दिया। वह चुपचाप किसी पक्षी के जाल में फंसने का इंतजार कर रहा था। वह चींटी जो वही कहीं से गुजर रही थी, उसने जब वह सारी तैयारी देखी तो क्या देखती है कि वही कबूतर जिसने उसकी जान बचाई थी उड़कर
उसे जाल में फंसने के लिए धीरे धीरे नीचे उतर रहा था। चींटी ने एकदम आगे बढ़े बहेलिए के पैर पर इतनी बुरी तरह काट दिया कि बहेलिए के मुंह से चीख निकल गई। कबूतर ने एकदम देखा कि शोर किधर से आ रहा है और बहेलिए को देखते ही सब कुछ उसके समझ में आ गया। वह दूसरी दिशा में उड़ गया और उसकी जान बच गई। चींटी भी अपने काम पर चल दी। तभी तो कहते हैं कर भला सो हो भला। धन्यवाद। അടുത്തതായി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ JC ഹൈസ്കൂൾ കുമട്ടൂർ ശ്രീമംഗല കൂർഗിലെ അധ്യാപകനുമായ ശ്രീ അനീഷ് KJ സർ നമുക്കായി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നു. मेरा मुल्क मेरा देश मेरा ये वतन, शांति का उन्नति का प्यार का चमन। मेरा मुल्क मेरा देश मेरा ये वतन, शांति का उन्नति का प्यार का चमन। इसके वास्ते निसार है मेरा तन मेरा मन। ऐ वतन ऐ वतन ऐ वतन, जाने मन जाने मन जाने मन। ऐ वतन ऐ वतन ऐ वतन, जाने मन जाने मन जाने मन। मेरा मुल्क मेरा देश मेरा ये वतन। अपने इस चमन को स्वर्ग हम बनाएंगे, कोना कोना अपने देश का सजाएंगे। जश्न होगा जिंदगी का, होंगे सब मगन होंगे सब मगन। इसके वास्ते निसार है मेरा तन मेरा मन। वतन जाने मन जाने मन जाने मन। ऐ वतन ऐ वतन ऐ वतन, जाने मन जाने मन जाने मन। मेरा मुल्क मेरा देश मेरा ये वतन, शांति का उन्नति का प्यार का चमन। ला 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 हे आ। ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായല്ലോ. നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകനും ഇപ്പോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കാട്ടിക്കുളത്തെ ഹിന്ദി അധ്യാപകനുമായ പ്രദീപ് സാറിന്റെ ഹിന്ദി ഭാഷയെക്കുറിച്ചുള്ള ചെറിയൊരു പ്രഭാഷണത്തോടു കൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. सबको मेरा नमस्कार। भाषा माने क्या है? भाषा का उद्देश्य क्या है? स्पष्ट है कि अपने विचारों को दूसरों से प्रकट करना भाषा का उद्देश्य है। विश्व में अनेक भाषाएं हैं। हम जानते हैं हिंदी
भारत की राष्ट्रभाषा है। केवल राष्ट्रभाषा ही नहीं, राजभाषा भी हिंदी है। भारत के अधिकांश लोग दैनिक जीवन में हिंदी भाषा का प्रयोग करते हैं। सर्वाधिक प्रचलित भाषा होने के कारण से ही महान नेताओं हिंदी भाषा को राष्ट्रभाषा का स्थान देने का निर्णय लिया। राष्ट्रपिता महात्मा गांधी ने कहा कि राष्ट्रभाषा के बिना राष्ट्र गूंगा होता है। भारत के अहिंदी प्रदेशों में, विशेष रूप में दक्षिण में, हिंदी को प्रचार प्रसार करना देश पिता महात्मा जी का उद्देश्य था। उनका सपना था, जिसे साकार करने के लिए ही उन्होंने मद्रास में दक्षिण भारत हिंदी प्रचार सभा की स्थापना की थी और अपने पुत्र श्री देवदास गांधी जी को मद्रास भेजकर हिंदी का प्रचारक बनाया था। श्री देवदास गांधी को ही हम दक्षिण भारत हिंदी प्रचार सभा मद्रास के प्रथम हिंदी प्रचारक मानते हैं। जैसे अपने पिताजी दशरथ के आदेश का श्री रामचंद्र ने तुरंत पालन किया था, ठीक वैसे ही अपने पिताजी की आज्ञा का पालन देवदास जी ने किया था और मद्रास आकर हिंदीदर भाषियों के बीच हिंदी प्रचार करने की सेवा अपनाई थी। हिंदी के अनेक बोलियों में प्रमुख है खड़ी बोली। खड़ी बोली हिंदी की महानदा देश भर में ही नहीं बल्कि अनेक विदेशों में भी है। मॉरिशस जैसे छोटे छोटे देश से लेकर अमेरिका जैसे बड़े बड़े देशों तक हिंदी लोकप्रिय बन गई है। जहां जहां हिंदुस्तानी रहते हैं वहां वहां हिंदी व्यवहार में रहती है। अमेरिका, ऑस्ट्रेलिया, इंग्लैंड, कनाडा, फ्रांस, जर्मनी जैसे देशों में आजकल लाखों भारतीय रहते हैं। यहां से विभिन्न प्रयोजनों के लिए इधर उधर जाते रहते हैं और राष्ट्रभाषा हिंदी का प्रयोग करते रहते हैं। फिल्म, संगीत आदि ललित कलाओं, पत्रकारिता, खेलकूद आदि क्षेत्रों में भी राष्ट्रभाषा का प्रयोग करते हैं। इतना ही नहीं, आजकल संगणक यानी कंप्यूटर के जगत में भी राष्ट्रभाषा हिंदी का अच्छा योगदान हो रहा है। हिंदी की अन्य भारतीय भाषाओं की अपेक्षा विशिष्टता इसलिए है कि वह बहुत अच्छी संपर्क भाषा है। उसमें भाषा को भाषा से और प्रांत को प्रांत से जोड़ने की अद्भुत शक्ति है। यह हिंदी की एक विशेषता मानी जाती है। ये कहने में बड़ी खुशी की बात है कि राष्ट्रभाषा और राजभाषा हिंदी का विकास सर्वतोमुखी है और हमारे भूतपूर्व प्रधानमंत्री ने सर्वप्रथम संयुक्त राष्ट्र संगठन यूएनओ में हिंदी में अपना भाषण देकर भारत का गौरव विश्व मंच पर बढ़ा दिया था। इतना ही नहीं, उसी समय के अमेरिका के राष्ट्रपति बिल क्लिंटन ने भारत यात्रा करते समय भारत की संसद में हिंदी में भाषण देकर भारत देश की गरिमा और हिंदी की गरिमा बढ़ा दी थी। यह सब हम जानते हैं। मेरा इतना निवेदन है कि हिंदी के विरोध में विचार रखने वालों को दिल जीतने का हम हिंदी प्रचारक लोग अथक प्रयास करते रहेंगे। मैं इतना प्रार्थना करता हूं कि
केवल यही ही हमारी प्रार्थना है। ഇതുപോലെ മനോഹരമായ മറ്റൊരു എപ്പിസോഡുമായി നമ്മൾ വീണ്ടും കാണുന്നതാണ്. അതുവരേക്കും എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം.